നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. തലകറക്കം പല കാരണങ്ങൾ കൊണ്ടുവരാം. തലകറക്കത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ചെവിയുടെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന തലകറക്കത്തെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ SS ശ്രീകാന്താണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ തലകറക്കമാണ്, പ്രത്യേകിച്ച് ചെവിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തലകറക്കം. ഡോക്ടർ, ഈ തലകറക്കം പൊതുവെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടുവരാം ഡോക്ടർ? തലകറക്കത്തിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് തലകറക്കം എന്താണെന്നൊന്ന് നോക്കാം. തലകറക്കം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വയം കറങ്ങുകയോ ചുറ്റുപാടും കറങ്ങുകയോ ആ അവസ്ഥയാണ് നമ്മൾ തലകറക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും തലകറക്കം അല്ലാത്ത അവസ്ഥകൾ തലകറക്കം എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പറയാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് വേച്ച് പോവുക, അല്ലെങ്കിൽ തലപ്പെരുപ്പ്, ഇതൊക്കെ ഒരു തലകറക്കത്തിൻ്റെ ഗണത്തിൽ പെടുന്നത് അല്ല. നമ്മുടെ തലകറക്കം ഒരിക്കലും ഒരു രോഗം അല്ല, അതൊരു രോഗലക്ഷണമാണ്, പല രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. തലകറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബാലൻസിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത്, അതായത് ഇക്വിലിബ്രിയം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. ബ്രെയിനിനകത്ത്, തലച്ചോറിനകത്ത് 3 സ്ഥലത്തു നിന്ന് സിഗ്നൽസ് എത്തും. ഒന്ന് ചെവി, അതായത് ഇന്നർ ഇയർ, ആന്തരിക കർണത്തിൽ നിന്ന് ഒരു സിഗ്നൽ. 2 കണ്ണുകളിൽ നിന്ന്. 3 പ്രോപ്രിയോസെപ്റ്റീവ് റിസെപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ജോയിൻറ്റുകളിൽ നിന്ന് നമ്മുടെ ഒരു പൊസിഷൻ്റെ സെൻസ് നമുക്കൊരു കമ്പ്യൂട്ടറായിട്ട് തലച്ചോറിനെ ഗണിക്കാം. അവിടെ ഈ സിഗ്നൽസ് എല്ലാം എത്തുകയും ഈ സിഗ്നൽസ് നമ്മളെ ബ്രെയിൻ അത് ക്രോഡീകരിച്ച് നമുക്ക് ശരീരത്തിന് ഒരു ബാലൻസ്, ഒരു സന്തുലിത അവസ്ഥ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഇൻപുട്സ്, അതായത് കണ്ണ്, ചെവി, ഈ പ്രോപ്രിയോസെഷൻ, ഇവിടെയുള്ള എന്ത് അസുഖങ്ങളും നമുക്ക് തലകറക്കമായിട്ട് അനുഭവപ്പെടും. നമുക്ക് തലകറക്കത്തിന് ഏതാണ്ട് 90% കാരണങ്ങൾ ചെവി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ശരീരത്തിന്, നമ്മുടെ ചെവിക്ക് കേൾവിക്ക് പുറമേ ബാലൻസ് നിയന്ത്രിക്കുന്ന ഒരു ഫങ്ഷൻ കൂടെ ഉണ്ട്. അത് ആന്തരിക കർണം അല്ലെങ്കിൽ വെസ്റ്റിബുലർ അപ്പാരറ്റസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. അതിൽ തന്നെ സെമി സർക്കുലർ കനാൽസ് എന്ന് പറഞ്ഞ 3 കനാലുകൾ ഓരോ ചെവികളിലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമ്മൾ കുനിഞ്ഞിട്ടൊരു സാധനം എടുക്കുകയോ, ഒരു തൂക്കുകയോ, അല്ലെങ്കിൽ കിടക്കാൻ നോക്കുകയോ, തല തിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കറക്കം ഉണ്ടാകുന്നു, പെട്ടെന്നൊരു കറക്കം. അത് കറങ്ങി നമ്മൾ തല അനങ്ങാതെ ഇരിക്കുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. വീണ്ടും നമ്മൾ കിടക്കാൻ നോക്കുകയോ തല തിരിയുകയോ ചെയ്യുമ്പോൾ ഒരു കറക്കം ഉണ്ടാകുന്നു. അതാണ് ബിനൈൻ പരോക്സിമൽ പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെമി സർക്കുലർ കനാലിനകത്ത് ചില ദ്രാവകങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ കനാലിൻ്റെ ഭിത്തികളിൽ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകളുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന്, ഉദാഹരണത്തിന് നമ്മൾ യോഗ ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അലാം കേട്ട് ഞെട്ടിക്കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ ഈ ഓട്ടോലിത്തുകളുടെ സ്ഥാനചലനം ഉണ്ടാകുകയും ഈ ഫ്ലൂയിഡിനകത്ത് അത് കിടന്ന് അനങ്ങുകയും അതിൽ ഓളങ്ങൾ സൃഷ്ടിക്കുകയും നമുക്ക് തലകറക്കം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 90% കോസസ് ഈ പൊസിഷണൽ വെർട്ടൈഗോ തന്നെയാണ്. ഇതിൽ കേൾവി കുറവുണ്ടാവില്ല, ചെവിയിൽ മൂൾച്ച ഉണ്ടാവുകയില്ല. ഇത് വളരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇതിന് ചില എക്സസൈസുകളുണ്ട്, അത് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് പരിശോധനകളൊന്നുമില്ല. നമ്മൾ ഹിസ്റ്ററി വെച്ച്, ഒരു പേഷ്യൻ്റ് പറയുന്നതനുസരിച്ച് അവരുടെ ലക്ഷണങ്ങൾ വെച്ച് തന്നെയാണ് നിർണ്ണയിക്കുന്നത്. രണ്ടാമത്തെ ഒരു അസുഖം മിനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. മിനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലത്തെ ഈ വെസ്റ്റിബുലർ അപ്പാരറ്റസിലെ ദ്രാവകങ്ങളുടെ പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ രോഗിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തലകറക്കവും അതോടൊപ്പം തന്നെ ചെവി കൊട്ടി അടയുന്നത് പോലെയും മുഴക്കം പോലെയും ഉണ്ടാകും. ഉടൻ തന്നെ അതൊരു എമർജൻസിയാണ്, നമുക്ക് പലപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. അത് റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മൈഗ്രെയിൻ പോലെ അത് റിപ്പീറ്റഡായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. ഇതിനും കുറച്ച് മരുന്നുകളും ഇത് വരാതിരിക്കേണ്ട കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഈ ചായയും കാപ്പിയും 2 കൂടുതൽ ഒരു ദിവസം കഴിക്കരുത്. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായും ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷക സംശയവുമായി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മീനയാണ്. മീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് 2023 പെട്ടെന്ന് ഒരു ചെവി ഇങ്ങനെ കേൾക്കാതെ വന്നു. പെട്ടെന്ന് കേൾവി പോയി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. രാവിലെ അങ്ങനെ വന്നത്, അങ്ങനെ വൈകുന്നേരം ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ആ ചെവിക്ക് ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്തു, 3 ഇഞ്ചക്ഷൻ ചെയ്തു. അങ്ങനെ അതിനുശേഷം ഒരു 50% കേൾവി തിരിച്ചു കിട്ടി. അതിനുശേഷം പക്ഷെ ഈ വലത് ചെവിയാണ്, കിടക്കുന്ന സമയത്ത് ആ വലത് ഭാഗത്തേക്ക് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു കിടക്കുമ്പം ആ ഭാഗം മാത്രം ഒന്നിങ്ങനെ
കറങ്ങുന്ന പോലെ ഫീൽ ചെയ്യാം വലത് സൈഡ്. അല്ലാതെ തലകറക്കം ഒന്നും ഉണ്ടാവില്ല. വളരെ ചുരുക്കം വല്ലപ്പോഴും ഒരു തലകറക്കം, ഒരു പ്രഷറിൽ ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ. പ്രഷറൊന്നും ഇല്ല. നമുക്ക് പ്രഷർ കൂടുമ്പോൾ തലകറക്കം വരുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രഷർ കൂടുമ്പോൾ നമുക്ക് ഒരു തലയിലൊരു ഹെവിനെസ് ഒക്കെയാണ് അനുഭവപ്പെടുന്നത്. ഈ നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ സഡൻ സെൻസോറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെ, അത് ഈ നമ്മുടെ ഞരമ്പുകളുടെ ഈ ചെവിയുടെ ഞരമ്പ്, ചെവിക്ക് ബാലൻസും കേൾവിയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഞരമ്പുകൾ പെട്ടെന്ന് അങ്ങ് ഷട്ട് ഡൗൺ ആവും. അത് ഒരുപാട് കാരണങ്ങളുണ്ട്, ചിലർക്ക് ഒരു കാരണവും ഇല്ലാതെയും ഉണ്ടാകാം. അപ്പോൾ ഈ ഷട്ട് ഡൗൺ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ ചികിത്സ. അതൊരു എമർജൻസിയാണ്. 24 മണിക്കൂറിനകം നമ്മളൊരു ഡോക്ടറെ കണ്ട് 24 മണിക്കൂറിനകം തന്നെ അതിൻ്റെ ചികിത്സ ആരംഭിക്കണം. അതിൻ്റെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ആണ് ഇത് എടുക്കുന്നത്. സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് അത് കേൾവി കിട്ടും, ഏതാണ്ട് പൂർണ്ണമായിട്ട് കിട്ടും. പക്ഷേ അതെ അതെ. പിന്നീട് ഇത് നമ്മൾ വച്ചുകൊണ്ടിരുന്നാൽ ഈ മരുന്നും പ്രയോജനപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പൊ ഈ തലകറക്കം വരുന്നത് ഇത് പൊസിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷണൽ വെർട്ടൈഗോയാണ്. പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. ഒരു വലതുവശത്തോട്ട് നമ്മൾ ഒരു സാധനം കുനിഞ്ഞെടുക്കുകയോ ഒരു തുണി വിരിക്കുകയോ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുകയോ തരിഞ്ഞു നോക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കറക്കം, നമ്മൾ കിടക്കുന്ന രീതി ഇതിന് നമ്മളൊരു ENT ഡോക്ടറെ കണ്ട് ഇതിന് റീപൊസിഷനിങ് എക്സസൈസ് ഉണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഈ എൻഡോലിംഫിൽ ഓടിക്കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകമ്പനമാണ് ഈ കറക്കം ഉണ്ടാകുന്നത്. അതിനെ റീപൊസിഷൻ ചെയ്യുന്ന എക്സസൈസുകളുണ്ട്. അത് ഒരു ENT ഡോക്ടറെ കണ്ടാൽ അവർ പറഞ്ഞു തരും. ഇത് നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ഇതുമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തലകറക്കം ഉള്ളപ്പോൾ നമ്മൾ സാവധാനത്തിൽ എണീക്കുക, പെട്ടെന്ന് തല തിരിയരുത്, കുനിയരുത്, നൂരരുത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് സംശയവുമായി. വാസുദേവനാണ്. വാസുദേവൻ, ഡോക്ടറോട് ചോദിക്കാം. വാസുദേവൻ, ദയവായി ടിവിയുടെ വോളിയം കുറച്ച് ഡോക്ടറോട് ചോദിക്കാമോ? ഹലോ, പറഞ്ഞോളൂ. എനിക്ക് ഇങ്ങനെ 2-3 മാസം ഇടവിട്ട് ഇങ്ങനെ തലക്കറക്കം ഉണ്ടായിരുന്നു. അതിങ്ങനെ എഴുന്നേൽക്കുമ്പം ഭയങ്കരമായിട്ട് കറങ്ങുന്നതായിട്ട് തോന്നുക. അത് ഞാൻ നേരത്തെ ഇത് 10-20 കൊല്ലം മുമ്പ് ഇത് ഇങ്ങനെ വേണ്ടപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല, റെസ്റ്റ് എടുക്കുക, തല അനങ്ങാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങിയേക്കുക, നന്നായിട്ട് ഉറങ്ങാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ ഇതങ്ങ് മാറുന്നുണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞാലും ഒരു 2 ദിവസത്തേക്ക് ആ തലയ്ക്ക് ഒരു മന്ദത പോലെ ഇങ്ങനെ ഉണ്ടാകുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും കറങ്ങുന്ന പോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതെ 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 അല്ലേ, ഭയങ്കരമായിട്ട് ഇതെല്ലാം കറങ്ങുന്നതായിട്ട് തോന്നും. എഴുന്നേൽക്കാൻ നോക്കുമ്പോഴും തല തിരിയുമ്പോഴും മാത്രമാണോ? അതെ, എഴുന്നേൽക്കുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതെല്ലാം മൊത്തമായിട്ട് കറങ്ങുന്നതായിട്ട് തോന്നുന്നത്. എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ തലകറക്കം എത്ര നേരം നിൽക്കും? അത് ചിലപ്പോ ഒരു ഉച്ച വരെയൊക്കെ കിടന്ന് ഞാൻ അങ്ങനെ ഉറങ്ങും. ചെവിയിലെ മുഴക്കമോ മൂളലോ ഉണ്ടോ? ഇല്ല, അതൊന്നും ഇല്ല. ഇല്ല അല്ലേ. വേറെ ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിന്? വേറെ ഒന്നും ചെയ്തിട്ടില്ല. പണ്ടൊരു ഡോക്ടർ പറഞ്ഞു ഇതിന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, നിവർന്ന് കിടന്നങ്ങ് ഉറങ്ങിയേക്കുക. അല്ല, ഇത് എന്നും ഉണ്ടോ അതോ ഒരാഴ്ചയിൽ 1-2 ദിവസമൊക്കെ വരുന്നുള്ളൂ? ഇല്ല, 2-3 മാസമൊക്കെ ഇടവിട്ട് ഇങ്ങനെ വരും. അതെ അതെ അതെ. അത് നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കണ്ടീഷൻ ആയിട്ട് സാമ്യമുണ്ട്, ഈ മിനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ടെസ്റ്റുകൾ നടത്തി അതിന് ചില മരുന്നുകളും എക്സസൈസുകളും ഉണ്ട്. നിങ്ങളൊരു ENT സർജനെ കാണിച്ച് ഓഡിയോഗ്രാം പോലത്തെ ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം നടത്തി അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതാകുന്നു. ഓക്കെ. പ്രേക്ഷകന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മുടെ ആദ്യ പ്രേക്ഷക ചോദിച്ച ഒരു സംശയവുമായി ബന്ധപ്പെട്ടൊരു സംശയം ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു ഈ പ്രഷർ കൂടുമ്പോഴെല്ലാം വരുന്നത് തലകറക്കമല്ല, അത് തലയിൽ ഒരു ഹെവിനെസ് വരുന്നതാണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചല്ലോ. ഡോക്ടർ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പലർക്കും ഇത്തരത്തിൽ BP വേരിയേഷൻസ് വരുന്ന ഒരു സമയത്ത് 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇരിക്കണം, അല്ലെങ്കിൽ തല കറങ്ങുന്നത് പോലെ ഒരു തോന്നൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ഡോക്ടർ? അപ്പോൾ അല്ല, അത് ചിലർക്ക് ഈ BP-യുടെ ഗുളികകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് BP കുറയും, ഈ ആൽഫ ബ്ലോക്കർ പോലത്തെ ചില മരുന്നുകൾ. അപ്പോൾ നമുക്കൊരു ഗിഡിനെസ്സും ഒരു തലപ്പെരിപ്പും നമുക്കൊരു ക്ഷീണവും ഒരു വീഴാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നല്ലാതെ അത് തലകറക്കവുമായിട്ട് വലിയ ബന്ധമുള്ള സംഭവമല്ല. മരുന്നുകളുടെ എഫക്റ്റ് കാരണം ഉണ്ടാകും പെട്ടെന്ന് BP കുറയുന്നത്. കൂടുമ്പോൾ കൂടുതലും തലവേദന, തലപ്പെരിപ്പ്, അങ്ങനത്തെ കണ്ടീഷൻസാണ് കൂടുതൽ ഉണ്ടാകാറുള്ളത്. തീർച്ചയായിട്ടും ഡോക്ടർ വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചുറ്റുമുള്ളത് കാണാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഒരു മങ്ങൽ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും അല്ലേ? അത് വരാം. ഇത് ഓട്ടോണോമിക്സ്, അതായത് നമ്മുടെ ശരീരത്ത് ഈ കറക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ
പെട്ടെന്നുണ്ടാകുന്ന കറക്കം ഒരു ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് ഡെത്ത്, അതായത് നമ്മൾ മരിക്കാൻ പോകുന്ന പോലത്തെ അവസ്ഥയാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ തന്നെ നമുക്ക് നെഞ്ചെടുപ്പ് കൂടുന്നു, വിയർപ്പുണ്ടാകുന്നു, വെപ്രാളം ഉണ്ടാകുന്നു, അപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറും, എനിക്ക് എന്ത് സംഭവിക്കുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതൊരു എമർജൻസി കണ്ടീഷൻ തന്നെയാണ്. അത് ഈ കറക്കവുമായി സംബന്ധപ്പെട്ട് വരുന്ന അസോസിയേറ്റഡ് സിംറ്റംസ് ആണ്. വ്യക്തമാണ് ഡോക്ടർ. മറ്റൊരു പ്രേക്ഷകൻ കൂടി വിഷയത്തിൽ സംശയവുമായി ചേരുന്നുണ്ട്. ആറ്റിങ്ങലിൽ നിന്ന് മോഹൻദാസ് ആണ്. മോഹൻദാസ്, ഡോക്ടറോട് ചോദിക്കാം. എന്റെ ചെവിയിൽ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അഴുക്കെടുത്തായിരുന്നു. ഈ ചെവിക്കായ അടഞ്ഞിരുന്ന അങ്ങനെ എടുത്തായിരുന്നു. എടുത്ത സമയത്ത് അതിനുശേഷമുണ്ട് എന്റെ ഇടത് ചെവിയിൽ ഒരുമാതിരി വണ്ട് മൂന്ന് നടക്കും, ഇങ്ങനെ ഒരു മൂളിച്ച. അത് കുറേ നാളുകളായി ഞാനത് വെച്ചുകൊണ്ട് നടക്കുവാണ്. ഈ എടുത്ത ചെവിയിൽ ആണോ? വാക്സ് എടുത്ത ചെവിയിലാണോ? അല്ലല്ല, എടുത്ത ചെവിയിലല്ല, അതിന് ഇപ്പുറത്തെ ചെവിയിൽ. വലത്തെ ചെവിയിൽ നിന്ന് അഴുക്കെടുത്തത്, ഇടത്തെ ചെവിയിലാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഈ മൂളലുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം. ഇവിടെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ ചെവിയിൽ വാക്സ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ചെറിയ രീതിയിലൊരു മുഴക്കം ഉണ്ടാകാം. അത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് വാക്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഒരു ഓഡിയോഗ്രാം എടുത്ത് നോക്കുമ്പോൾ ഞരമ്പുകൾക്ക് എന്തെങ്കിലും കേടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വീണ്ടും അതിലെ പരിശോധനകൾ ചിലപ്പോൾ ഒരു MRI വരെ എടുക്കേണ്ടി വന്നേക്കാം. പല കണ്ടീഷൻസിൽ അത് ഉണ്ടാകാം. എന്തായാലും ഒരു ENT ഡോക്ടറെ നിങ്ങൾ കാണിച്ചോളൂ. ഓക്കെ. മോഹൻദാസിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ചെവിയുമായി ബന്ധപ്പെട്ട തലകറക്കങ്ങളാണല്ലോ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. ഡോക്ടർ, അപ്പോൾ ചെവിയുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഈ തലകറക്കം വരുന്നത്? ഞാൻ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പൊസിഷണൽ വെർട്ടൈഗോ, 2 മിനിയസ് ഡിസീസ്, 3 നമുക്ക് അവിടുത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, നമ്മുടെ ഈ ലാബ്രന്തൈറ്റിസ് എന്ന് പറയും, ഇന്നർ ഇയർ ഇൻഫെക്ഷൻസ്, ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ വരികയും തലകറക്കം ഉണ്ടാകുകയും ചെയ്യാം. പിന്നെ വേറെ ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈഗ്രെയിനോട് അസോസിയേറ്റ് തലവേദനയ്ക്കോടൊപ്പം തലകറക്കം ഉണ്ടാകും. അങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട്. പിന്നെ നമ്മുടെ ചെവി അല്ലാത്ത ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള രക്ത ഓട്ടക്കുറവ്, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആയിട്ട് വരാം, സെറിബെല്ലത്തിലെ പ്രശ്നങ്ങളിൽ വരാം, ട്യൂമേഴ്സായിട്ട് വരാം. അതേപോലെ തന്നെ ചിലർക്ക് ഈ നമ്മുടെ ഈ കഴുത്തിലെ എല്ലിൻ്റെ തേയ്മാനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ കറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അനീമിയ, നമ്മുടെ രക്തക്കുറവുണ്ടെങ്കിൽ തലകറക്കം ഉണ്ടാകാം. ചില മരുന്നുകൾ കഴിച്ചാൽ തലകറക്കം ഉണ്ടാകാം. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ ചെവിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണല്ലോ ഇയർ ബാലൻസ് പ്രശ്നം. ഡോക്ടർ, ഇയർ ബാലൻസ് പ്രശ്നം കൊണ്ട് തലകറക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ, അതിലെന്താണ് പരിഹാരം? അതിൻ്റെ ഏതൊക്കെ കണ്ടീഷനാണ് ആ ഇംബാലൻസ് ഉണ്ടാക്കിയെന്ന് നോക്കി അതിന് പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമുക്ക് അക്യൂട്ട് അറ്റാക്ക് ഉണ്ട്, ക്രോണിക് അറ്റാക്ക്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തലകറക്കം. പെട്ടെന്നൊരു തലകറക്കത്തിന് നമുക്ക് ആദ്യം ആ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അതൊരു ഡിസ്ട്രസിങ് സിറ്റുവേഷനാണ്. ആ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന അവസരം വരെ ഈ രോഗിയുടെ അടുത്ത് നമ്മൾ ഏതെങ്കിലും കണ്ണ് തുറന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധ ഊന്നിയിരിക്കാൻ പറയുക. നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, കുനിയരുത്, നൂരരുത്. എന്നിട്ട് നമ്മൾ ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടറെ പരിശോധിച്ചതിന് ശേഷം അതൊരു പൊസിഷനിൽ വെർട്ടൈഗോ ആണെങ്കിൽ അതിന് നമുക്ക് എപ്ലിസ് മെനുവർ എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് നീങ്ങിയ സ്ഥാനചലനം സംഭവിച്ചത് ഈ എക്സസൈസ് വരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള ഈ തലകറക്കം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത് ലാബ്രന്തൈൻ സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞ്, അതായത് ആ തലകറക്കം കുറയ്ക്കേണ്ട ചില മരുന്നുകൾ, ഇഞ്ചെക്ഷൻസും മറ്റും എടുക്കേണ്ടി വരും. മിനിയസ് ഡിസീസിനും ഇത് തന്നെയാണ്. നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അത് തലകറക്കം കുറയ്ക്കേണ്ട ഇഞ്ചെക്ഷൻസും ഒക്കെ എടുക്കേണ്ടി വരും. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് നിൽക്കുന്ന തലകറക്കം, അതിന് നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് ആ കറക്കം ഇങ്ങനെ മാറാതെ നിൽക്കുന്നതെന്നും അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു അനീമിയ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. തലകറക്കം ഉള്ളവർ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോളിസവും സ്മോക്കിങ്ങും അവോയ്ഡ് ചെയ്യുക. ഉപ്പ് കുറയ്ക്കണം. ഉപ്പ് കഴിയുന്നത് ഇമ്മ്യൂണിയസ് ഡിസീസിനൊക്കെ ആണെങ്കിൽ ഉപ്പ്, നമ്മുടെ ഈ പാക്കറ്റ് ഫുഡ്സൊക്കെ ഇപ്പം ഒത്തിരി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളിൽ വരെ ഇപ്പോൾ തലകറക്കം നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇത് ഈ നമ്മുടെ എൻഡോലിംഫ്, അതായത് ആന്തരിക കർണത്തിലെ ദ്രാവകങ്ങളുടെ പ്രഷർ കൂടുന്ന മിനിയസ് ഡിസീസ് എന്നൊരു കണ്ടീഷനിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നു. കോട്ടയത്ത് നിന്ന് സജിതയാണ്. സജിത, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മൂത്ത മകൾക്ക് ഇതുപോലെ ബ്ലഡ് കാണുമ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനെ മരിച്ചെടുത്ത് പോയപ്പോ ഇതുപോലെ തല കറങ്ങി.
ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഇങ്ങനെ തലകറങ്ങി കുഴഞ്ഞങ്ങ് വീഴുന്ന. അതൊരു സിങ്കോപ്പ് എന്ന് പറയും. സിങ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാസോവേഗൽ അറ്റാക്ക് പോലെ, അതായത് നമ്മുടെ ഈ നമുക്കൊരു പെട്ടെന്നൊരു പെയിൻ വരിക, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഹാർട്ട് ബീറ്റൊക്കെ കുറഞ്ഞ് ഇരുട്ട് കയറി നമ്മൾ വീഴുന്നൊരവസ്ഥ. അത് നമുക്ക് അതൊരു തലകറക്കമായിട്ടല്ല, അത് തലകറക്കമല്ല, അത് യഥാർത്ഥത്തിൽ അതൊരു സിങ്കോപ്പാണ്. നമുക്ക് നമ്മുടെ ശരീരത്തെ അത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കണ്ണിലേക്ക് ഇരുട്ട് കയറി ഇതായിട്ട് വീഴുന്നു, ഉടൻ തന്നെ അത് എണീക്കുന്നു. സിങ്കോപ്പ് ഒരു മൊമെൻ്ററി ആയിട്ടുണ്ടാകുന്നൊരു സംഭവം, അത് തലകറക്കം അല്ല. അത് മാറാൻ എന്താ ചെയ്യുക? മാറാൻ നമുക്ക് യോഗയോ അങ്ങനെയുള്ള നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യുന്ന കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുക, അല്ലാതെ അതൊരു മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. തീർച്ചയായും ഡോക്ടർ, അതുപോലെ ഒരു ചോദ്യമല്ല, സംശയമാണ്. പലപ്പോഴും നമുക്ക് ഈ പെട്ടെന്നുണ്ടാകുന്ന തലകറക്കങ്ങൾ അതൊരു 5 മിനിറ്റ് ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക് ടു നോർമൽ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമായിരിക്കും. അപ്പോൾ ഈ തലകറക്കം വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? ഈ തലകറക്കം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു, ഈ പറഞ്ഞതുപോലെ ഒരു പൊസിഷൻ വെർട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു അസുഖം വലിയൊരു അസുഖത്തിൻ്റെതല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ട്യൂമറിൻ്റെ കാര്യം പോലും ഈ തലകറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഈ 5 മിനിറ്റ് നിന്നിട്ട് പോയി തലകറക്കമെന്ന് വന്നാൽ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഒരു ഡോക്ടറെ കണ്ട് അത് ചികിത്സിക്കണം. അപ്പോൾ അത് എന്താണെന്ന് ആ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്, നിസ്സാരവൽക്കരിക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തലകറക്കമുള്ളപ്പോൾ കഴിയുന്നത് അനങ്ങാതെ കിടക്കുക, എന്നിട്ട് ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തി അതെന്താണെന്ന് കണ്ടെത്തി അതിലേക്ക് ചികിത്സയിലേക്ക് പോകുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ തലകറക്കത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള പരിശോധനാ മാർഗങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? അത് നമുക്ക് ഓഡിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഓഡിയോഗ്രാം നമ്മുടെ ചെവിയുടെ ഞരമ്പിൻ്റെ ഇൻറ്റഗ്രിറ്റി, അത് കേൾവി പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നർ ഇയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അതിൻ്റെ ഇൻഡിക്കേഷൻ ഈ ഓഡിയോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ തലകറക്കമുള്ളവർക്ക് നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ബ്ലഡ് പിക്ചർ, അതായത് ബ്ലഡ് റൊട്ടീൻ നോക്കിയിരിക്കണം, ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കിയിരിക്കണം, നമുക്ക് തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം. ഹൈപ്പോതൈറോയിഡിസത്തിലും തലകറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ഈ മിനിയസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ CT സ്കാൻ, നമുക്ക് തലച്ചോറിനകത്ത് എന്തെങ്കിലും രക്തഓട്ടക്കുറവോ സ്ട്രോക്കോ ട്യൂമേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. MRI സ്കാൻ എടുക്കാം. MRI സ്കാൻ നമ്മൾ ഒരു സൈഡിൽ മാത്രം മുഴക്കത്തോടു കൂടെയുള്ള തലകറക്കം വരികയാണെങ്കിൽ ചില ഈ ഞരമ്പിലുണ്ടാകുന്ന ഷോനോമ പോലത്തെ ചില ട്യൂമേഴ്സിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് MRI എടുത്താൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന തലകറക്കത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ്. ഡോക്ടർ, അതുപോലെ തന്നെ തൊട്ട് മുൻപേയുള്ള പ്രേക്ഷക വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തരത്തിൽ ഈ ബ്ലഡ് കാണുമ്പോഴെല്ലാം ഈ തല കറങ്ങുന്നത് പോലെയുള്ള തോന്നലുകൾക്കെല്ലാം ഈ യോഗ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യായാമ രീതികളായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുകയെന്ന്. ഡോക്ടർ, അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളെയും വ്യായാമ രീതികളെ കുറിച്ചൊന്ന് പറയാമോ? സ്ട്രെസ് റിലീസിങ് ഫാക്ടേഴ്സ് ആണത്. നമുക്ക് ഈ തലകറക്കം സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് എപ്ലിസ് മെനുവർ എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട്. അത് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരു ഡോക്ടർ ചെയ്യുന്നതാണ് നല്ലത്. അതായത് അതിൽ കുറച്ച് ടെക്നിക്കൽ ഒരു 5 സ്റ്റെപ്പുണ്ട്. നമ്മുടെ തല ചരിച്ച് 45 ഡിഗ്രി കിടത്തി തല താഴ്ത്തി ചെയ്യുന്നൊരു എക്സസൈസാണ്. പിന്നെ ബ്രാൻഡ് ഡോർഫ് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട്. അത് പക്ഷേ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ തല ചരിച്ച് വെച്ചിട്ട് ഒരു സൈഡ് കിടക്കുക, പിന്നെ വീണ്ടും 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് തല തിരിച്ച് വെച്ച് കിടക്കുക, അങ്ങനത്തെ കുറച്ച് എക്സസൈസുകൾ ഉണ്ട്. വ്യക്തമാണ് ഡോക്ടർ. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, നെടുമങ്ങാട് നിന്ന് ചന്ദ്രമോഹനാണ്. ചന്ദ്രമോഹൻ, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഞാൻ വൈഫിന് വേണ്ടിയാണ് വിളിക്കുന്നത്. വൈഫിന് 60 വയസ്സായി. അപ്പൊ ഇതേപോലെ ഒരു ദിവസം പെട്ടെന്ന് തല കറങ്ങി വീണു. അപ്പൊ തല കറങ്ങി വീണപ്പോ നമ്മള് ഇവിടെ കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ ന്യൂറോയില് ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് 3-4 ദിവസത്തെ ചികിത്സ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചികിത്സ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ മെഡിസിൻ ഒക്കെ തന്ന് വീട്ടിൽ വിട്ടു. എന്നിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഒരു തലേണ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് വലത് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-30-40 പ്രാവശ്യത്തോളം പറ്റുന്നിടത്തോളം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ചെയ്തപ്പോ കുറവുണ്ട് ഡോക്ടർ. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് ഗുളികയും കഴിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഗുളിക കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ അത് വീണ്ടും വരുന്നുണ്ട് അങ്ങനെ.
അതെ അതെ. ഈ ഡോക്ടർ വേറെ അന്ന് അവിടെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഓഡിയോഗ്രാമോ അല്ലെങ്കിൽ നമ്മുടെ സ്കാനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? സ്കാൻ ചെയ്തായിരുന്നു. സ്കാൻ ചെയ്ത് ENT ഡോക്ടറും ന്യൂറോയുടെ ഡോക്ടറും രണ്ടുപേരും ചികിത്സ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. എന്നിട്ട് മാസത്തില് ഓരോ ദിവസം ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളൊരു 4-5 മാസം വരെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു പറഞ്ഞ ദിവസങ്ങളിലൊക്കെ. പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനിയിപ്പോ ആശുപത്രിയിൽ കണ്ടിന്യൂ വരേണ്ടതില്ല, എക്സസൈസ് കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ ഇപ്പോഴും ഇത് വരുന്നുണ്ട്. അത് ക്രമേണ കുറഞ്ഞു വന്നോളും. അതായത് നമുക്ക് ഈ തലകറക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ അല്ലെങ്കിൽ തലച്ചോറിൽ തന്നെ ഇതിന് കറക്റ്റ് ഒരു മെഷേഴ്സ് ഉണ്ട്. അതായത് കോമ്പൻസേഷൻ എന്ന് പറയും. നമ്മുടെ തലച്ചോറ് ഈ നമ്മുടെ ആൾട്ടേർഡ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ആൾട്ടേർഡ് ബാലൻസുമായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെടുന്ന ഒരു സമയമെടുക്കും. അത് കോമ്പൻസേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു ചെവി അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു ചെവി ഇതിൻ്റെ ഫംഗ്ഷൻ കൂടെ ടേക്ക് ഓവർ ചെയ്യും. അതിനൊരു കോമ്പൻസേഷൻ നമ്മൾ ഒരു ടൈമുണ്ട്. അത് പലർക്കും പല വിധത്തിലാണ്. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ എക്സസൈസൊക്കെ ചെയ്താൽ മതി. അത് കറക്റ്റ് ചെയ്ത് വന്നോളും. ഓക്കെ ഡോക്ടർ. അത് 2 തലയണ വയ്ക്കുന്ന ഒരു ശീലമുണ്ട്. അതാണ് നമ്മുടെ കിടക്കുന്ന രീതി. പലർക്കും ഞാൻ പറഞ്ഞില്ല, കിടക്കുന്ന ചില രീതിയിൽ കിടക്കുന്ന രീതി, ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഓട്ടോലിത്തിൻ്റെ പൊസിഷൻ ചേഞ്ചുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ആ സെമി സർക്കുലർ കനാലിനകത്തുള്ള ദ്രാവകങ്ങളിനകത്ത് ഇത് ഓടിക്കളിക്കുകയും അത് കറക്കം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ അതൊക്കെയാണ് കൂടുതൽ കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചിലർ ചെയ്യുന്നുണ്ടായിരിക്കും, യോഗ ചെയ്യുന്നുണ്ട്. ഈ യോഗയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചിലർക്കൊന്നും അത് ശരിയാകത്തില്ല. ഈ കഴുത്ത് തിരിച്ചും ഒക്കെ ചെയ്യുമ്പോൾ ഈ വെസ്റ്റിബുലർ അപ്പാരറ്റസ് കുറച്ചുകൂടെ സ്റ്റിമുലേറ്റഡ് ആകുകയും അത് കറക്കം ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുകയൊക്കെ ചെയ്യാം. അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില ജോലികൾ കാരണം ഇങ്ങനത്തെ പൊസിഷൻ ചേഞ്ച് വരുന്നതായിരിക്കാം. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് അത് ഒരു സമയമെടുക്കുക. അത് കറക്റ്റ് ചെയ്ത് വന്നോളും. ഡോക്ടർ പറഞ്ഞ എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്തോളൂ. തീർച്ചയായും ഡോക്ടർ അതുപോലെ ഈ ചെവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സർജറി വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴായിരിക്കും ഡോക്ടർ? ചെവിയിൽ നമുക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ ടിമ്പനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സർജറി ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വിട്ടുമാറാത്ത പഴുപ്പുണ്ടെങ്കിൽ അതും മാസ്റ്റോയിഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ സർജറിയും, അതിൽ റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ഉണ്ട്. ഓട്ടോസ്ക്ലിയറോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ഓട്ടോസ്ക്ലിയറോസിസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചെറിയ അസ്ഥിയുടെ അനക്കക്കുറവ് കാരണം, ചെവിയിലെ ചില അസ്ഥിയുടെ അനക്കക്കുറവ് കാരണം ഉണ്ടാകുന്ന തലകറക്കം. ഇതിനൊക്കെ സർജറി, സ്റ്റെപ്പിഡക്ടമി ഉണ്ട്. അതേപോലെ തലകറക്കത്തിന് ഈ മിനിയസ് ഡിസീസിൽ എൻഡ് സ്റ്റേജിൽ നമുക്ക് പറ്റാത്ത കണ്ടീഷനിലാണെങ്കിൽ എൻഡോലിംഫാറ്റിക് ഡീകംപ്രഷൻ സർജറി, അതായത് ഈ പ്രഷർ ചെവിയുടെ അകത്തുള്ള ദ്രാവകങ്ങളെ പ്രഷർ കുറയ്ക്കുന്ന സർജറികൾ, ഷണ്ട് സർജറികൾ, അങ്ങനെ പലവിധ സർജറികളുണ്ട്. ഓരോ കാരണങ്ങൾക്ക് ഓരോന്ന്. ഇപ്പോൾ ഒരു ട്യൂമർ ആണെങ്കിൽ അത് സർജറി ചെയ്ത് ട്യൂമർ റിമൂവ് ചെയ്യണം. അങ്ങനത്തെ സർജറികളുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ ഹലോ ഡോക്ടറിന്റെ അവസാന ഘട്ടത്തിലൂടെ കടക്കുമ്പോൾ തന്നെ ഡോക്ടർ, ഈ വെർട്ടിഗോ ക്ലിനിക്കുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഇത് ഇപ്പോൾ ഈ വെർട്ടിഗോ ക്ലിനിക് എന്ന് പറഞ്ഞാൽ പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ തുടങ്ങിയിട്ടുള്ളൊരു ക്ലിനിക്കാണ്. വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെർട്ടിഗോയ്ക്ക് മാത്രമായിട്ടുള്ളൊരു ക്ലിനിക്കാണ്. അപ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസുമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ENT പരമായിട്ടുള്ള കറക്കമാണെങ്കിൽ അതിനുള്ള റെമഡികൾ ഉണ്ടാക്കുകയും, എന്നാൽ അതല്ലാത്ത ചിലപ്പോൾ ന്യൂറോളജിക്കൽ കാസസ് കാരണം വരാം. ചിലപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡിലുള്ള ചില ഘടകങ്ങളുടെ കുറവോ കൂടുതലോ കാരണം ഉണ്ടാകുന്ന കറക്കം വരെ. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഒരു ക്ലാരിഫൈഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് വെർട്ടിഗോ ക്ലിനിക്കുകളിൽ വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. നമുക്ക് ആ ആശുപത്രിയിൽ തന്നെ ന്യൂറോളജിസ്റ്റും എൻഡോക്രൈനോളജിസ്റ്റും അങ്ങനെ പലരും കാണും. അപ്പോൾ അത് ഉടൻ തന്നെ അടുത്ത ആൾക്ക് അത് റെഫർ ചെയ്യാനും കുറച്ചുകൂടെ ഈ വെർട്ടിഗോ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അപ്രോച്ച് ചെയ്യാനും സഹായിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, വസന്താണ്. വസന്ത്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. എനിക്ക് ഈ പനി വരുന്ന സമയത്തിന് അവന്റെ ചെവിക്ക് വേദന ഉണ്ടാകും. എന്തോ പനി വരുമ്പോ ഈ ചെവി വേദന ഉണ്ടാകും. അതെ. 3-4 പ്രാവശ്യം അങ്ങനെ വന്നു. ഇപ്പോഴത്തെ പനി വന്നപ്പോ ഈ ചെവി രണ്ടും പൊട്ടി വെള്ളം പോലെ ഒരിക്കൽ തഴുപ്പും വന്നു. അതെ. സാധാരണ ഇത് കൊച്ചുകുട്ടികളിലാണ് കൂടുതൽ ഈ പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെവി വേദന കണ്ട് വരുന്നത്. മുതിർന്നവരിലും വരാം. അതായത് ഈ ജലദോഷമോ കഫക്കെട്ടോ വരുമ്പോൾ നമ്മുടെ ചെവി മധ്യകർണവും തൊണ്ടയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് വഴി ഇൻഫെക്ഷൻ നമ്മുടെ ചെവിയുടെ അകത്തോട്ട് കയറുകയും അത് ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്ത് പൊട്ടി പഴുപ്പായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ജലദോഷം കഫക്കെട്ട്, ഇത് അലർജി എന്തെങ്കിലും ഉണ്ടോ? അലർജി ഒന്നുമില്ല. ഞാനങ്ങനെ വന്നപ്പോൾ ഞാൻ ENT ഡോക്ടറെ പോയി കണ്ടു പുനലൂര്.
ആ ഹാ ഹാ എനിക്കൊരു മരുന്നിന് എഴുതി തന്ന് അവൻ അന്നേരം, പക്ഷെ ചെവി ഇപ്പൊ നല്ലപോലെ എനിക്ക് കേൾക്കൊന്നും ഇല്ല അതിൽ പിന്നെ. അതെ അതെ. അല്ല, അതിൽ എന്തെങ്കിലും ഒരു പ്രീഡിസ്പോസിങ് കോസ് കാണും, ഇങ്ങനെ റിപ്പീറ്റഡ് ആയി വരുന്നതുകൊണ്ട്. ചിലപ്പോൾ അലർജി ആകാം, ചിലപ്പോൾ ഒരു സൈഡ് പാലത്തിൻ്റെ വളമുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ചെറിയ ദശകൾ പോലെയുണ്ട്. അത് എന്താണെന്ന് കാരണം കണ്ടെത്തി ചികിത്സിക്കണം. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ തൽക്കാലം നിങ്ങൾ ജലദോഷമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മൂക്കിൽ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് ആവി പിടിക്കുക. അപ്പോൾ ഈ ചെവിയിലോട്ട് ഇൻഫെക്ഷൻ കയറുന്നത് കുറയും. പിന്നെ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇത് വരുന്നതെന്ന് പറഞ്ഞ് എൻഡോസ്കോപ്പി, ഡയഗ്നോസ്റ്റിക് നെയ്സൽ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് വഴി നമുക്ക് മൂക്കിനകത്തോ മൂക്കിൻ്റെ പിറകിലോ എന്തെങ്കിലും ഈ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുത്തുന്ന കോസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ നോക്കേണ്ടി വരും. ശരി. വസന്തയ്ക്കും വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ ഇവിടെ സമയം അവസാനിക്കുകയാണ്. ചെവിയുടെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന തലകറക്കത്തെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ SS ശ്രീകാന്താണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.